സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ തകർത്തടിച്ചതുപോലെ തന്നെ ഈ മത്സരത്തിൽ മറ്റാരൊക്കെ ഇന്ന് തകർത്തടിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒന്ന് കരുതി വെക്കേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവിനെയാണ് നോക്കേണ്ടത്. സൂര്യ 3 മത്സരം 2 ഇന്നിങ്സിൽ നിന്നായി 54 റൺസ്. ഈ 54-ൽ ഒരു 47 ഉണ്ട്. അത് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ 47 റൺസാണ്. പുറത്താകാതെ നേടിയ ഇന്നിങ്സിലൂടെ ഇന്ത്യയെ ജയത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവ്. ഇനി മറ്റൊരു താരം അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്റർ. അദ്ദേഹം 3 മത്സരത്തിൽ നിന്ന് ഇതുവരെ 99 റൺസാണ് നേടിയത്. മറ്റെല്ലാ താരങ്ങളുടെയും ഹൈയസ്റ്റ് സ്കോർ ഒക്കെ നമുക്ക് പറയാം. പക്ഷേ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. 225 ഞെട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്ട്രൈക്ക് റേറ്റാണ് 225. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നത്തെ മത്സരത്തിൻ്റെ ഗതിയും വിധിയും ഒക്കെ തന്നെ ഒരുപക്ഷെ നിർണ്ണയിച്ചേക്കാവുന്നത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടത് ബൗളർമാരെ കുറിച്ചാണ്. കുൽദീപ് യാദവ് നമ്മുടെ താരം 3 മത്സരത്തിൽ നിന്ന് 8 വിക്കറ്റാണ് കുൽദീപ് വീഴ്ത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്തു. അതിനു മുമ്പ് UAEക്കെതിരെ 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്തതാണ് ഈ ടൂർണമെൻറ്റിലെ കുൽദീപിൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനം. ഇനി പാക് താരങ്ങളെ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ഫഖർ സമാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർ, അദ്ദേഹത്തിലാണ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 90 റൺസാണ് ഫഖർ സമാൻ. ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. ഒപ്പം തന്നെ വളരെ കൗതുകമുള്ള ഒരു താരത്തെക്കുറിച്ചാണ് സലീം അയ്യൂബ്. അദ്ദേഹം ഓപ്പണറാണ്, പക്ഷേ കഴിഞ്ഞ 3 മത്സരത്തിലും ഡക്കായിരുന്നു. 0 റൺസാണ് അദ്ദേഹത്തിന് 3 മത്സരത്തിൽ നേടാനായത്. പക്ഷേ വളരെ വിരോധാഭാസം എന്ന് പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹം ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബൗളർ എന്ന തരത്തിലാണ്. 6 വിക്കറ്റാണ് 3 മത്സരത്തിൽ നിന്ന് ഇതുവരെ വീഴ്ത്തിയത്. സലീം അയ്യൂബിനെ ഇന്നും ഇന്ത്യൻ ബാറ്റർമാർ ഒന്ന് കരുതി വെക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഇത് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പോവേണ്ടി വരും. ഷഹീൻ ഷാ അഫ്രീദിയെ കുറിച്ചാണ്. അഫ്രീദി നല്ലൊരു ബൗളറാണ്, ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു നമ്പർ 1 ബൗളേഴ്സിൽ ഒരാളാണ് ഷഹീൻ ഷാ അഫ്രീദി. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ വിക്കറ്റ് അല്ലെങ്കിൽ പന്ത് കൊണ്ട് കാര്യമായ സംഭാവന നടത്താൻ സാധിച്ചിട്ടില്ല. വെറും 3 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത്. പക്ഷേ 64 റൺസ് 2 മത്സരത്തിൽ വളരെ ക്രൂഷ്യലായി ഷഹീൻ ഷാ അഫ്രീദി ഈ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു ബാറ്റ് കൊണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അടക്കം. എന്തായാലും ഇന്നും ഈ താരങ്ങളിലൊന്ന് ആരാധകർ പ്രത്യേകം കണ്ണുവെക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.